ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു അഗതി മന്ദിരമാണ്. ഇവരെല്ലാം അതിൻ്റെ എല്ലാം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവർ. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീടുണ്ട് തൃശ്ശൂരിൽ പുല്ലൂറ്റ് എന്ന സ്ഥലത്ത്. അതിൻ്റെ ചുമരുകൾക്കകത്ത് നൂറുകണക്കിന് ഓർമ്മകൾ, വേദനകൾ, അതിജീവന കഥകൾ തങ്ങിക്കിടക്കും. അവിടെ കഴിയുന്നത് ആരും നോക്കാതെ പോയ മുതിർന്ന പൗരന്മാരാണ്. പേരില്ലാത്തവരും ബന്ധങ്ങളില്ലാത്തവരും. പക്ഷേ അവർക്കൊരു കൈത്താങ്ങുണ്ട്, വെളിച്ചം. ഒരു കരുണയുടെ വിളക്ക്, അതാണ് വെളിച്ചം. ഒരുപാട് മനുഷ്യഹൃദയങ്ങൾ ചേർന്ന് നടത്തുന്ന അത്ഭുതം. ഈ അനാഥ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ നാരായണമംഗലം കഴിഞ്ഞ് ഉഴത്തുകടവ് വളവിൽ എത്തിയാൽ നേരെ കിഴക്കോട്ട് ചെന്ന് ആ വളവിൽ തന്നെ ബോർഡ് കാണാം. അവിടെ നിന്നും നേരെ കിഴക്കോട്ട് കുറച്ചു നേരം നടന്നാൽ മതി. ഈ വെളിച്ചം അനാഥ മന്ദിരത്തിന്റെ ബോർഡിൽ നിന്നും അല്പദൂരം കിഴക്കോട്ട് പോയാൽ നമുക്ക് ആ സ്ഥലത്ത് എത്തിച്ചേരാം. ആ വെളിച്ചത്തിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. നമസ്കാരം, ഷെയ്ൻ കെ മൊയ്തീനാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വെളിച്ചം അഗതി മന്ദിരത്തിലാണ്. ഞാൻ രാജേഷ്. അവിടെ കുറേ അച്ഛനമ്മമാരുണ്ട്, വളരെ പ്രായം ചെന്നവര്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ എന്തെങ്കിലും സഹായം ചെയ്താൽ മാത്രമാണ് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. ഞാൻ ആഷ്ലീന ഫാത്തിമ. ഇവിടെ കുറെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ഇവിടെ വന്നവരെ സന്ദർശിക്കുക, അവസ്ഥകളൊക്കെ ഒന്ന് നോക്കുക. വെളിച്ചം അഗതി മന്ദിരത്തെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തിലേക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരുപിടി ആളുകളെയാണ് ഇവർ കൊണ്ടുവന്ന് സംരക്ഷിച്ചു പോകുന്നത്. കാരണം സമൂഹം എങ്ങനെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ആശയം വന്നപ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ടുള്ള ഇദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുക. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ കരീം. 7 വർഷം കഴിഞ്ഞു ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. ഇത് ആരോരുമില്ലാത്ത വൃദ്ധമാതാപിതാക്കളെ പോലീസും പഞ്ചായത്തും മുഖാന്തരം എത്തിച്ചു നൽകുന്നവരെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. വാടകയ്ക്കാണ് ഈ കെട്ടിടം ആദ്യം എടുത്തിട്ടുള്ളത്. അദ്ദേഹം ഇതിന്റെ ഓണർ നമ്മളുടെ നിന്ന് വാടക വാങ്ങുന്നില്ല. എന്നാൽ 90ഓളം പേരെ ഇവിടെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടുപോയി. ഒരുപാട് പേരെ നമ്മൾ വീട് കണ്ടെത്തി തിരിച്ച് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും അതിന് ശേഷം വന്നവരുമാണ് ഇപ്പോൾ ഇവിടെ 28ഓളം കാരണന്മാരുണ്ട്. ഇവരുടെ ദൈനംദിന ചെലവ് കാര്യങ്ങൾ വേണ്ടപ്പെട്ട ഓരോരുത്തരെയും വിളിച്ചു പറയുമ്പോൾ അരിയും പലവ്യഞ്ജന സാധനങ്ങളും ഒക്കെ എത്തിച്ച് നൽകുക. അത് ആണ് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ഉപകരിക്കുന്നത്. കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞ തുളിചാർത്തി കനികക്കിന്നിൻ വളകൾ മോതിര അണിഞ്ഞു കാണേണം ഭഗവാൻ. അതുപോലെ തന്നെ ഇവിടെ സംഭാവനകളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ഈ സ്ഥാപനത്തെ കുറിച്ച് പൊതുവായിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല. കാരണം ഇത് ഒരു പരസ്യമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതിനൊരു ട്രസ്റ്റ് രൂപീകരിച്ചു, കുറച്ച് പേര് കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആകാശത്തോരമ്പിളിയാലോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കൂളത്തിലെ താമരയോറെ സൂലുള്ള വഴിദൂര പൊന്നില മഞ്ചിളിയോ മുത്തായ മുത്തര സൂര്യൻ തെങ്കടലാണോ വർണ്ണിക്കാം രാവുകളില്ലല്ലോ ഹബീബുള്ള വർണ്ണിക്കാം രാവുകളില്ലല്ലോ. ഇവിടെ ഇപ്പോ ഈ കെട്ടിടം തന്നെ കുറച്ച് അപകട നിലയിൽ നിൽക്കുകയാണ്. കിച്ചൻ ഭാഗമൊക്കെ പൊളിഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് കണ്ടവരോട് പറയുകയും മോൻക ഇതേമാതിരിയുള്ളവരോട് പറയും. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാതാപിതാക്കളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. ഇവരെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരെയും കടമയാണ്. ഇവർക്ക് വേറെ ആരുമില്ല, മക്കളില്ല, വിവാഹം കഴിക്കാത്തവരുണ്ട്, ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നവരാണ് ഇവരിൽ പലരും. അപ്പോൾ ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. തൃശ്ശൂർ തന്നെ 200 ചില്ലാൻ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും
വരുമാനമില്ലാത്ത ഒരു സ്ഥാപനം ഈ വെളിച്ചം അഗതി മന്ദിരം മാത്രമേ ഉള്ളൂ. അത് ആർക്ക് വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടോ മറ്റോ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൽ വന്ന് ഇവരുമായിട്ട് നിങ്ങളെല്ലാവരും ഓരോരുത്തരും വരുന്നവരൊക്കെ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തണം. ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇവിടെ ഇവരുടെ സംരക്ഷണം എങ്ങനെയാണെന്ന് അവരോട് തന്നെ ചോദിച്ചറിയണം എന്നൊക്കെ എനിക്ക് അഭ്യർത്ഥനയുള്ളത്. എതിരെ ഗോവിന്ദനരികിൽ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാമണ്ണം പറഞ്ഞും സ്മിതവും തൂകീവ കണികാൺമാ. ഇവിടെ എങ്ങനെയാണ് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ? ഇവിടെ നന്നായിട്ട് സംരക്ഷിക്കണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ജീവിതം എങ്ങനെ പോകുന്നു? സന്തോഷല്ലേ ഇവിടെ? അങ്ങനെ ഓരോരുത്തരും കുറച്ച് പേരുണ്ട്, അവരെ വിളിക്കുമ്പോൾ അവരുടനെ പലർക്ക് സാധനങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചു പോകുന്നു. എല്ലാവർക്കും മരുന്ന് വേണം, എല്ലാവരും രോഗികളാണ്. ഇവർക്ക് വേണ്ടുന്ന മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ വരും. എമർജൻസി വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ ഇവരെ വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും നടത്തി പോരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് ആളുകൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് എല്ലാവർക്കും വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള അവരോട് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഒരു ചാക്ക് സിമെൻ്റ് ആണെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ്, 10 കല്ലാണെങ്കിൽ 10 കല്ല്, അങ്ങനെ ഓരോ ഇതുകളും എല്ലാവരും ചെയ്ത് ഇവരോടൊപ്പം കൂടി നിന്ന് ഇപ്പോൾ ഇവിടെ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണം എന്ന് ഞാൻ ഒറ്റവാക്കിൽ അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. മാളയിൽ എവിടെയാണത്? പോലീസ് സ്റ്റേഷന്റെ തെക്കോട്ട് മക്കള് വട്ട പോയി പറഞ്ഞിട്ട് മോനുള്ളവരെ കൂടി പോയി. മോനും പോയി? വേണ്ടെന്ന് വെച്ച് പോയി അല്ലേ? അപ്പൊ ഉമ്മൊറ്റയ്ക്കായി. ആരും ഇവിടെ കൊണ്ടാക്കി? പോലീസുകാരെന്തായാ എന്നിട്ടുമ്മ അമ്മേ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ? ഉണ്ടാ ഉണ്ടല്ലേ? ആ പറയും, എന്താ ബുദ്ധിമുട്ടൊന്നും? എന്താ ബുദ്ധിമുട്ട് പറ. നല്ല ബുദ്ധിമുട്ട്. ആ മോനും ഓരോരുത്തരോടും കയ്യോനും കടലോനും വായ്പ കഴിച്ചും ഞങ്ങൾക്ക് ഒരേ നേരം വെള്ളം തരുന്നത്. അപ്പൊ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ വന്ന് കിടക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാണ്ടല്ലേ. അപ്പൊ ഇവിടെ വന്ന് നേരാനത്തിന് ഭക്ഷണം കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്ന് കിടന്നത്. അപ്പൊ ഞങ്ങൾ കിട്ടി പോരാൻ ഭയങ്കര കഷ്ടപ്പാട്. നിങ്ങളെല്ലാവരും ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലത് അല്ലേ? കരയാനും പറയാനും കടൽ നീറി പുകയാനും എല്ലാതാരുമല്ല കോനെ എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞൊരു പണി ചെയ്ത് തരണം തമ്പുരാനെ. പത്മിനി വീട്ടില് സൗകര്യക്കുറവുണ്ട്, അവിടെ നിർത്താറുണ്ട്. യേശുവിന്റെ പോലെ യേശുവിന്റെ മതി, യേശുവിന്റെയാണ് വേണ്ടത്. വിശ്വാസമോടെ വേഗമോടിടാം, വിശ്വാസമോടെ നാം വേഗമോടിടാം. നമുക്ക് ഇവിടെ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഇത് നമ്മളെ മന്ദിരത്തിന്റെ മെയിൽ വാർഡാണ്, അതായത് ആണുങ്ങൾക്ക് മാത്രം. ഇത് സ്ത്രീകളുടെ ബെഡുകളാണ്, സ്ത്രീകളാണ് ഇവിടെ കൂടുതൽ. പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാണ്ട് വന്നപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കിൽ തന്നെ ഒരു വീട് വാടകയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പൊ നിലവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മനസ്സുകളുടെ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ അയൽവാസിയാണ്. ഇവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എന്റെ മാതാപിതാക്കളെ നോക്കുന്നത് പോലെ എല്ലാ അച്ഛനെയും അമ്മനെയും ഉമ്മയായാലും എല്ലാവരെയും നോക്കിക്കൊണ്ട് എന്നാലായ സഹായം ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു.
ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ട് അതെനിക്കറിയാം അതിന്റെ ദുഃഖങ്ങൾ. അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തതിന്റെ ദുഃഖങ്ങൾ ഇവരാലെ നമുക്ക് അവരെ സ്നേഹവും അവരോടുള്ള കടപ്പാടും എല്ലാവരും നോക്കിക്കൊണ്ട് എന്നാലും സഹായം സാമ്പത്തികമായിട്ടും ഞാൻ ചെയ്തു കൊടുക്കുന്നു. നിങ്ങളായ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലവരായ നാട്ടുകാരെല്ലാവരും സഹായിക്കുന്നു. വിനീതമായി ഞാനും കുഞ്ഞുമനക്കയും കൂടി ഒരിക്കൽ ഇവിടെ വിസിറ്റ് ചെയ്യും. അതോട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന പേരിൽ പാവപ്പെട്ട രോഗികളായ വൃദ്ധരായ അവർക്ക് വേണ്ടി മരുന്നും ഭക്ഷണവും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പ്രയത്നത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സുമനസ്സുകളോടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഇതിനാവശ്യമാണ്. വെളിച്ചം അഗതി മന്ദിരത്തിലുള്ള ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ നിങ്ങളെ ഭാഗത്തുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു പോകുന്നു. വെളിച്ചം അഗതി മന്ദിരം ഈ സ്ഥാപനത്തിൽ ഞാനും എൻ്റെ വീട്ടുകാരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറുണ്ട്. പറഞ്ഞാൽ അബ്ദുൽ കരീം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ സ്ഥാപകനും എല്ലാ നടത്തിപ്പുകാരനുമാണ്. അദ്ദേഹത്തെ കൂടുതൽ ഇതിനെ അഭിനന്ദിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ സലാം എന്നാണ്. ഞാൻ ഈ അഗതി മന്ദിരത്തിൽ ഇപ്പോൾ ആദ്യമായി 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അവസ്ഥ കണ്ടപ്പോഴാണ് കാര്യങ്ങളുടെ പോകുന്നത്. വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് എല്ലാ ആളുകളുടെയും സഹായം ഇതിന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടെ ആദ്യമായിട്ട് വരുന്നത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇൻഷാ അല്ലാഹ് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ആരും അധികം അറിയപ്പെടാതെ ഇവിടെ 10-30 അന്തേവാസികൾ വൃദ്ധരായ അച്ഛനമ്മമാർ താമസിക്കുന്ന ഈ സ്ഥാപനം ഇവിടെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ബിൽഡിംഗ് ചെറുതായിട്ട് ഡൈനിങ് ഹാളും കിച്ചണും പണിത് കൊടുക്കാനുള്ള ഒരു സംരംഭത്തിലാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഇത് വന്ന് സന്ദർശിച്ച് അപ്പോൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ ഷെയർ ആൻഡ് കെയറിന്റെ നേതൃത്വത്തിൽ ഒരു ഡൈനിങ് ഹാളും കിച്ചണും കൂടി നമ്മൾ പണിയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരാം, കാണാം. ഇതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾ എത്തിച്ചു നൽകാം. ആരോരുമില്ലാത്തവർക്കായി ഒരു വെളിച്ചമായി നമ്മൾ ഉണ്ടാകണം. അനാഥരും അവശരുമായ കഴിഞ്ഞ 7 വർഷത്തിലേറെ കാലമായി ജാതിമതഭേദമന്യേ മനുഷ്യസ്നേഹത്തിന്റെ വിളക്കായി പ്രവർത്തിച്ചു വരുന്ന ഈ ഭവനത്തിൽ 90ഓളം മുതിർന്ന വയോജനങ്ങൾ സുരക്ഷിതമായി കഴിയുന്നു. കൂട്ടുകാരില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത ഈ മുതിർന്ന പൗരന്മാരുടെ ഭക്ഷണവും മരുന്നും ദിനചര്യയ്ക്ക് ആവശ്യമായ സഹായങ്ങളും എല്ലാം നന്മയുടെ പേരിൽ ചെയ്യുന്ന നല്ലവരുടെ സഹായത്തിലൂടെയാണ് നടന്നു പോകുന്നത്. സഹായിക്കൂ, കുറച്ചു ജീവിതങ്ങൾ ആശ്വസിക്കട്ടെ. നമുക്ക് കഴിയുന്നത്ര സംഭാവനകൾ നൽകാം. നേരിട്ട് സന്ദർശിച്ചും അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ വഴിയോ സഹായം എത്തിക്കാം. ഒരു ചെറിയ സഹായം പോലും ഇവർക്കൊരു വലിയ ആശ്വാസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ സഹായം ഒരു വിധേയത്വമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.